എനിക്കൊട്ടും പരിചയമില്ലാത്തൊരു പയ്യൻ ഇവിടെ ഒരു കാറിൽ ഈ ഭാഗത്ത് കൊണ്ട് വണ്ടി നിർത്തിയിട്ടു. നമ്മൾ പറയുമല്ലോ, ഒരു സൂയിസൈഡ് അറ്റംപ്റ്റിനുള്ള ഒരു സ്റ്റേജിലേക്ക് എത്തി നിൽക്കുന്ന ഈ രണ്ട് പേരുടെ ഇടയിൽ കിടന്ന് നമ്മൾ ശ്വാസം മുട്ടി ചത്തുപോകും എന്നുള്ളതാണ്. ഞാൻ അവനെ ഒന്ന് കെട്ടിപ്പിടിച്ചു. ഹായ് സുഹൃത്തുക്കളെ, ഞാൻ വാങ്ങിച്ച പുതിയ വയർലെസ് മൈക്കിൻ്റെ റേഞ്ച് ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അങ്ങനെ ഞാനിവിടെ ഇതിൻ്റെ മൈക്ക് ചെക്കിങ്ങും മറ്റു കാര്യങ്ങളുടെയും ഡീറ്റെയിൽസൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് എനിക്കൊട്ടും പരിചയമില്ലാത്തൊരു പയ്യൻ ഇവിടെ ഒരു കാറിൽ ഈ ഭാഗത്ത് കൊണ്ട് വണ്ടി നിർത്തിയിട്ടു. അങ്ങനെ എനിക്കൊട്ടും പരിചയമില്ലാത്ത ഒരാൾ, ഞാൻ ഈ വീഡിയോ ഒക്കെ റെക്കോർഡ് ചെയ്ത് സംഭവങ്ങൾ അതെല്ലാം പറഞ്ഞു കഴിഞ്ഞ സമയത്ത് അവൻ ദൂരെ നിന്ന് എന്നെ നോക്കി ഒന്ന് ചിരിച്ചു. അപ്പോൾ ചിരിച്ച സമയത്ത് ഞാനും സ്വാഭാവികമായിട്ടും നമ്മൾ മനുഷ്യരാണല്ലോ, ഞാനും തിരിച്ചൊന്ന് ചിരിച്ചു. ഒരു പയ്യനാണ്, ഒരു 10-30 വയസ്സൊക്കെ പ്രായം വരുള്ളൂ കണ്ടിട്ട്. അങ്ങനെ ഞാൻ ചിരിച്ചതും അവൻ നടന്ന് എൻ്റെ അടുത്തേക്ക് വന്നു. ജസ്റ്റ് ഇങ്ങനെ കാര്യം പറഞ്ഞു, എന്താണ് ചേട്ടാ ഇത് വീഡിയോ ചെയ്യുകയാണോ? ഞാൻ പറഞ്ഞു ഇതാണ് വീഡിയോ ചെയ്യുന്നത്, ഇങ്ങനെ ഒരു മൈക്ക് വാങ്ങിച്ചു, അപ്പോൾ അതിൻ്റെ ജസ്റ്റ് ഒരു വീഡിയോ ചെയ്യുകയാണ്. ഞാൻ ചോദിച്ചു എന്ത് പറ്റി, ഇവിടെ വന്നത് എന്തിനാണെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഞാൻ വെറുതെ വന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ വെറുതെ വരേണ്ട ഒരു കാര്യമില്ലല്ലോ, എങ്കിലും കൂടുതൽ കിണ്ടാൻ എനിക്ക് താല്പര്യമില്ല. അപ്പോൾ എൻ്റെ ഈ മുഖത്തെ ഒരു സംശയം കണ്ടിട്ടാവണം അവൻ പറഞ്ഞു, ചേട്ടാ ഞാൻ വെറുതെ ഒരല്പം സമാധാനത്തിന് വേണ്ടി ഇവിടെ വന്നതാണെന്ന് പറഞ്ഞു. ഞാൻ ഇതുവഴി പോയപ്പോൾ ഇങ്ങോട്ടൊരു വഴി കണ്ടു, അപ്പോൾ ആ വഴി ഇങ്ങനെ ഒറ്റയ്ക്കൊരു വഴി കണ്ടതും ഞാനിങ്ങോട്ട് വെറുതെ കയറി വന്നതാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു എന്ത് പറ്റി, അതെന്താണ് സമാധാനത്തിന് എന്ത് പറ്റി, എന്താണ് പ്രശ്നം? അപ്പം ഞാനിങ്ങനെ ചോദിക്കുന്നതല്ല, പക്ഷേ എനിക്ക് അവൻ്റെ മുഖം കണ്ടപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു കാര്യം അവനോട് ചോദിക്കണം എന്ന് അവൻ ആഗ്രഹിക്കുന്നത് പോലെ എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു ഇങ്ങനെ എന്താണ് പ്രശ്നമെന്ന് ചോദിച്ചു. എന്നിട്ട് ഞാൻ അവനോട് പറഞ്ഞു, എടാ എന്ത് പ്രശ്നം ഉണ്ടായിരുന്നാലും നീ വിഷമിക്കേണ്ട കാര്യമില്ല, ഈ നിമിഷവും കടന്നു പോകും എന്ന് നീ മനസ്സിലാക്കുക എന്ന് പറഞ്ഞപ്പോൾ അവനും പറഞ്ഞു, ചേട്ടാ ഓക്കെ ഞാനത് കേട്ടിട്ടുണ്ട്, പക്ഷേ ഞാനായിട്ടുണ്ടാക്കിയ ഒരു തെറ്റാണെന്നുണ്ടെങ്കിൽ അത് കടന്നു പോവില്ല ചേട്ടാ, അതെൻ്റെ കൂടെ തന്നെ കാണുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ചേട്ടാ നീയായിട്ടുണ്ടാക്കിയ തെറ്റായിരുന്നാലും നീയായിട്ടുണ്ടാക്കിയ പ്രശ്നമായിരുന്നാലും വിഷമമായിരുന്നാലും അത് കടന്നു പോകും, ഉറപ്പായിട്ടും കടന്നു പോകും, പക്ഷേ ചിലപ്പോൾ ഇച്ചിരി സമയം എടുക്കുമായിരിക്കും എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ അവനോട് ചോദിച്ചു, എടാ എന്താണ് നീയായിട്ടുണ്ടാക്കിയ ഇത്ര പ്രശ്നം എന്താണ്? കാരണം ഞാൻ ഇവനോട് ചോദിച്ചതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഇവൻ അതീവ കൺഫ്യൂഷനിലും അതീവ വിഷമത്തിലുമാണ്. എന്ന് വെച്ചാൽ നമ്മൾ പറയുമല്ലോ, ഒരു സൂയിസൈഡ് അറ്റംപ്റ്റിനുള്ള ഒരു സ്റ്റേജിലേക്ക് എത്തി നിൽക്കുന്ന ഒരാളിനെ പോലെ എനിക്ക് ഫീൽ ചെയ്ത് അവനെ കണ്ടപ്പോൾ. ആ സാഹചര്യത്തിൽ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചില്ലേ, ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചോദിക്കാറില്ല, ആരോടും ചോദിക്കാറില്ല. അങ്ങനെ ചോദിച്ചപ്പോഴാണ് അവൻ പറയുന്നത്, ചേട്ടാ ഒരാളെ പ്രണയിച്ചതാണ് ഞാൻ ചെയ്ത തെറ്റെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് എനിക്ക് അവൻ വളരെ ഒരു പൈങ്കിളി പോലെ തോന്നി. അയ്യോ പ്രണയിച്ചത് തെറ്റെന്നും പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് ഒന്ന് സംസാരിക്കുന്നു. എത്രയോ പ്രണയങ്ങൾ പൊട്ടി പാളീസായിട്ട് നിന്നിട്ടുള്ള എന്നെപ്പോലുള്ള ഒരാളെൻ്റെ അടുത്ത് വന്നിട്ട് ചേട്ടാ ഞാൻ പ്രണയിച്ചു, ആ പ്രണയമാണ് ഞാൻ ചെയ്ത് തെറ്റെന്ന് പറഞ്ഞപ്പോൾ എനിക്കത് വളരെ നിസ്സാരമായിട്ട് തോന്നി. അപ്പോഴവൻ്റെ അടുത്ത് പറഞ്ഞു, ചേട്ടാ എനിക്ക് 3 മക്കളാണുള്ളത്. 3 മക്കൾ. എൻ്റെ 24ാമത്തെ വയസ്സിൽ വിവാഹം കഴിഞ്ഞതാണ്. എനിക്കിപ്പോൾ 32 വയസ്സായി. എൻ്റെ പ്രണയം വിവാഹം കഴിഞ്ഞ ശേഷമുള്ള പ്രണയമാണെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു നിൻ്റെ ഭാര്യ അറിഞ്ഞോ? അപ്പോൾ പറഞ്ഞു എൻ്റെ ഭാര്യ അറിഞ്ഞു. എന്നിട്ട് അപ്പം അവൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവൻ്റെ ഭാര്യ ഈ കാര്യം ചെറുതായിട്ട് അറിഞ്ഞു, ഇങ്ങനൊരു ന്യൂസ്, ഇവന് വേറൊരു പ്രണയം ഉണ്ടെന്ന്. പക്ഷേ ഇവൻ്റെ വിഷമം എന്താണെന്ന് വെച്ചാൽ ഇവൻ എന്നോട് പറഞ്ഞു, ചേട്ടാ നമ്മുടെ നാക്കാണല്ലോ നമ്മൾ എന്താണെന്നുള്ളത് മറ്റുള്ളവരെ മനസ്സിലാക്കിക്കുന്നത്, അല്ലേ, നമ്മുടെ വായി കിടക്കുന്ന നാക്ക്. അപ്പോൾ അവൻ്റെ വിഷമം അവൻ്റെ ഭാര്യയെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചു. എന്ന് വെച്ചാൽ ഇവൻ ഇങ്ങനെ ഒരു റിലേഷൻ ഉണ്ട് എന്ന് അവൻ്റെ ഭാര്യ അറിഞ്ഞിട്ടും അവൻ്റെ നാക്കിൻ്റെ ബലം കൊണ്ട് എടി അങ്ങനെയൊന്നും ഇല്ല, ഇതൊക്കെ വെറുതെ പറയുന്നതാണെന്ന രീതിയിൽ കാര്യങ്ങൾ അവളെ ബോധ്യപ്പെടുത്തി. അതാണ് അവന് സഹിക്കാൻ പറ്റാത്ത അവൻ്റെ വിഷമം എന്ന് പറയുന്നത് അവൻ്റെ ജീവിതത്തിൽ. അതായിരിക്കും. ഇപ്പോൾ വെറുതെ ഒരു പ്രണയമാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല, നമുക്ക് കല്യാണം കഴിഞ്ഞതിന് ശേഷം വെറുതെ കൊള്ളാലോ എന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ കിട്ടാൻ സാധ്യതയുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പ്രേമിക്കുന്ന പ്രേമങ്ങളുണ്ട്, ചെറിയ കുഞ്ഞു പ്രേമങ്ങൾ, നമ്മുടെ ഇളിയിൽ വയ്ക്കുന്ന പ്രേമം. അങ്ങനെയുള്ളതൊന്നും വിഷയമൊന്നുമില്ല, അത് ഈസിയായിട്ട് പൊടിതട്ടി കളഞ്ഞു വരാം. പക്ഷേ നമ്മൾ വിവാഹശേഷം നമുക്കൊരു പ്രണയം ഉണ്ടായാൽ ഈ ഉണ്ടാകുന്ന പ്രണയം സിൻസിയറാണെങ്കിൽ നമ്മൾ ഇറുകിപ്പോവും. ഇന്ന് എൻ്റെ അടുത്ത് നിന്ന് സംസാരിച്ച പയ്യനെ പോലെ നമ്മൾ ഇറുകി കൊതഞ്ഞു പോകും. നമ്മൾ ചിലപ്പോൾ സൂയിസൈഡിൻ്റെ വക്കിൽ വരെ നമ്മൾ എത്താൻ ചിലപ്പോൾ സൂയിസൈഡും ചെയ്യാം, അല്ലേ? അതാണ് നമുക്ക് കല്യാണശേഷം പ്രണയിക്കുന്നതല്ല പ്രശ്നം, കല്യാണശേഷം നമുക്കുണ്ടാകുന്ന പ്രണയം എത്രത്തോളം സിൻസിയറാണ് എന്നുള്ളതാണ്. എങ്കിൽ ഈ 2 പേരുടെ ഇടയിൽ കിടന്ന് നമ്മൾ ശ്വാസം മുട്ടി ചത്തുപോകും എന്നുള്ളതാണ്, മരണത്തിലേക്ക് നമ്മൾ പോകുന്ന ഒരവസ്ഥ വരും. അപ്പം അങ്ങനെ ഒരു പയ്യനെ ഞാൻ ഇവിടെ കണ്ടു. ഇതിപ്പോൾ എന്നോട് അവൻ പറഞ്ഞു, അല്ലേ?
അപ്പം എന്തുകൊണ്ടാണ് അവൻ പറഞ്ഞത്? അവൻ ഇത് ആരോടെങ്കിലും പറയണം. ആരോടെങ്കിലും പറയാതെ ഇവൻ്റെ മനസ്സിൽ ആ ഒരു വീർപ്പ് മുട്ടല് തീരില്ല. അവൻ അങ്ങനെ ആ ഒരു അവസ്ഥയിൽ ഇരുന്നുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ ഈ പറയുമ്പോൾ നമ്മുടെ മനസ്സിനൊരു ആശ്വാസം കിട്ടുമല്ലേ? ശരിക്കും പറഞ്ഞാൽ എൻ്റെ അടുത്ത് വന്ന ഈ പയ്യൻ ഇനി ഒരു 2 പേരെടുത്തും കൂടി ഈ പ്രശ്നം പറയുകയാണെന്നുണ്ടെങ്കിൽ അവനെ സംബന്ധിച്ച് ആ പ്രശ്നം വളരെ ലഘൂകരിക്കപ്പെടും. വളരെ കുഞ്ഞ് ഒരു സംഭവമായിട്ട് മാറും. പക്ഷേ ഞാൻ അവന് കൊടുത്ത മറുപടി എന്താന്ന് വെച്ചാൽ, നീ ഇനി എന്നോട് ഈ കാര്യം പറഞ്ഞതിരിക്കട്ടെ, ഓക്കെയാണ്, എനിക്ക് നിന്നെ മനസ്സിലാക്കാൻ പറ്റുന്നു. നിനക്ക് ഒട്ടും അറിഞ്ഞുകൂടാത്ത, വളരെ അപരിചിതനായ, നീ ആരാണെന്നും എന്താണെന്നും അറിയാത്ത ഒരാളായ എന്നോട് നീ ഇത് പറഞ്ഞു. പക്ഷേ ഇനി നീ ഈ കാര്യം വേറൊരാളുമായിട്ട് ഷെയർ ചെയ്യാൻ പാടില്ല. നിങ്ങൾ ആരുമായിട്ടും ഇതിനി ഷെയർ ചെയ്യരുത്. ഇങ്ങനെ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നിൻ്റെ മനസ്സിന് ഇച്ചിരി സമാധാനം ഉണ്ടാവും, സന്തോഷം ഉണ്ടാവും. പക്ഷേ ആ പ്രശ്നം, നീ ഇപ്പോൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന ഈ പ്രശ്നം അങ്ങനെ തന്നെ നിലനിൽക്കും. ഞാൻ പറഞ്ഞത്, നിനക്ക് വേണമെങ്കിൽ ഇത് നിൻ്റെ ഒരു കൂട്ടുകാരനോട് ഇനി ഷെയർ ചെയ്യാം, അല്ലെങ്കിൽ വേറെ നിൻ്റെ ഒരു റിലേറ്റീവിനോടോ അമ്മയോടോ അച്ഛനോടൊക്കെ ഷെയർ ചെയ്യാം. പക്ഷേ നീ ഇനി ഈ കാര്യം ലോകത്തിൽ ആരോടൊക്കെ ഷെയർ ചെയ്താൽ പോലും ഒരാൾക്കും അതിൻ്റെ സോൾവ് കണ്ടെത്താൻ പറ്റില്ല. എന്ന് വെച്ചാൽ ഈ പ്രശ്നം എന്ന് പറയുന്നത് അവൻ്റെ മനസ്സിലാണ്, അല്ലേ? ഇത് ആരുടെയും കയ്യിലല്ല. ഇവൻ്റെ പ്രശ്നമെന്ന് പറയുന്നത് ഒരു ഫിസിക്കലായിട്ടുള്ള ഒരു പ്രശ്നമല്ല, ഒരു മെൻ്റൽ ഇഷ്യൂ ആണ്, ഒരു ട്രബിളാണ്. അപ്പോൾ ഈ മെൻ്റൽ ഇഷ്യൂ വരുമ്പോൾ, ട്രബിൾ വരുമ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്നത് ആളുകളായിട്ട് ഷെയർ ചെയ്യും, അല്ലേ? ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ കൂട്ടുകാരന്മാരോട്ടൊക്കെ ഷെയർ ചെയ്യുമ്പോൾ നമ്മുടെ പ്രശ്നം തീരില്ല. പക്ഷേ നമ്മൾ ഇച്ചിരി സമാധാനപ്പെടും, ഇച്ചിരി റിലീഫ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഞാൻ അവനോട് പറഞ്ഞു, നീ ഇതിനി ആരോടും പറയരുത്, ഒരു മനുഷ്യരോടും പറയരുത്. അങ്ങനെ പറയാതിരുന്നു കഴിഞ്ഞാൽ നിനക്കിതിൻ്റെ സൊല്യൂഷൻ കിട്ടും. ഒരു മനുഷ്യരോടും ഷെയർ ചെയ്യാതിരിക്കുമ്പോൾ ഇത് നിൻ്റെ മനസ്സിലിരുന്ന് വിങ്ങി 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 ഇരുന്ന് അവസാനം നീ ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്തും. സ്വയം നീ അത് കണ്ടെത്തിയിരിക്കും 100% ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ. കാരണം നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും മികച്ച ഒരു സൊല്യൂഷൻ, ബെറ്റർ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ പറഞ്ഞു തരാൻ ആർക്കും കഴിയില്ല. നിങ്ങൾക്കല്ലാതെ ഈ ലോകത്തിൽ ആർക്കും കഴിയില്ല. ഈ ഒരു സംഭവം അതെൻ്റെ തൊട്ട് മുമ്പേ നടന്നതാണ്. എന്നിട്ട് അവൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തതിന് ശേഷം അവൻ എനിക്ക് നന്ദി പറഞ്ഞുകൊണ്ട്, കണ്ണ് നിറഞ്ഞ് നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ കൈ പിടിച്ച് കുലുക്കി, കൈ ഇങ്ങനെ തന്നു. ചേട്ടാ കൈ താന്ന് പറഞ്ഞു. ഞാനവന് കൈ കൊടുത്തു. കൈ കൊടുത്തിട്ട് അവൻ എന്നോട് ചോദിച്ചു, ചേട്ടാ വിരോധം ഇല്ലെങ്കിൽ എന്നെ ഒന്ന് ഹഗ് ചെയ്യാമോ എന്ന് ചോദിച്ചു. എന്നുവെച്ചാൽ എന്നെ ഒന്ന് കെട്ടിപ്പിടിക്കാമെന്ന് ചോദിച്ചു. ഞാൻ അവനെ ഒന്ന് കെട്ടിപ്പിടിച്ചു. അപ്പോൾ ഒന്ന് കെട്ടിപ്പിടിച്ച് ഞാൻ തോളിൽ 2 തട്ട് തട്ടി, അവനും എന്നെ ഒരു 2 തട്ട് തട്ടി. എന്നിട്ട്, നീ സമാധാനമായിട്ട് പോയിട്ട് വാ. ഏതായിരുന്നാലും ഞാൻ പറഞ്ഞ 2 കാര്യങ്ങൾ നീ മറക്കാതിരിക്കുക. 1, നീ ഇനി ഇതാർക്കും ഷെയർ ചെയ്യാതിരിക്കുക. 2, എപ്പോഴും മനസ്സിലൊരു ചിന്തയുണ്ടാവുക, ഈ നിമിഷവും കടന്നു പോവും, ഉറപ്പായിട്ടും കടന്നു പോവും. ഒരു നല്ല നാളെ നമുക്ക് വേണ്ടിയിട്ട് കാത്തിരിപ്പുണ്ടാവും. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളടുത്ത് പറയണമെന്ന് തോന്നി, ഇപ്പോൾ ഉണ്ടായി ഈ അനുഭവം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.